നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കാണിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ജിമെയിൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷേ അറിയാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ജിമെയിൽ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ യെസ് ആം ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫോ വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജ് വന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള പേജാണ്. അപ്പോൾ വായിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മുഴുവനായിട്ട് വായിക്കണമെന്നില്ല, എന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിയുമ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കും. ഇപ്പം നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഏത് പ്രൊഫൈലാണോ ഓപ്പൺ ആയി കിടക്കുന്നത് അതാണ് കാണിക്കുക. അതിൻ്റെ അടുത്ത് താഴേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ അക്കൗണ്ട് അതിൽ കാണിക്കും. അപ്പോൾ ആ ജിമെയിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷന് താഴെ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ ഓൾറെഡി ഇപ്പം എൻ്റെ പേര് അഞ്ജുഷ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ജുഷ കാലിക്കറ്റ് എന്നാണ്. അപ്പം നിങ്ങൾക്കും അതേപോലെ ആയിരിക്കും വരിക. അപ്പം നിങ്ങൾക്ക് ആ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സണൽ നെയിം വെച്ചിട്ടാണ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ യൂട്യൂബ് ചാനലിൻ്റെ നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് പേരാണോ യൂട്യൂബ് ചാനലിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ നെയിം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആക്കിയിട്ട് സേവ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ തൊട്ട് സൈഡിൽ കാണിക്കുന്ന സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.